നിർണായകമായ തിരക്കിട്ട യോഗങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ മന്ത്രാലയത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് അമിത്ഷാ വിളിച്ച യോഗം അവസാനിച്ചു. അല്പസമയം മുമ്പ് സിന്ധു നദീജലം പങ്കിടൽ കരാർ മരവിപ്പിക്കുന്നത് മധ്യസ്ഥത വഹിച്ച ലോകബാങ്കിനെ ഇന്ത്യ അറിയിക്കും. കരാറിലെ നദികളിലെ അണക്കെട്ടുകളുടെ ശേഷി ഉയർത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പി ബസന്ത് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ യോഗത്തിന് നൽകാൻ ചേരുന്നുണ്ട്. വസന്തല, അർജുനിലേക്കാണ് നമ്മൾ പോകുന്നത്. അർജുൻ, ഇന്ന് നമ്മൾ കണ്ടത്, ഇതുവരെയും നമ്മൾ ഓർമ്മപ്പെടുത്തിയത് ഇതുവരെ ഇന്ന് ഉണ്ടായ ചലനങ്ങളാണ്. അതിലിപ്പോൾ വൈകുന്നേരത്ത് നടന്ന നിർണായക യോഗം അതെന്തായിരുന്നു? പ്രത്യേകിച്ച് ഈ പറയുന്ന ഇൻഡസ് വാലി ട്രീറ്റി കരാറുമായി ബന്ധപ്പെട്ട്, സിന്ധു നദിയിലെ കരാറുമായി ബന്ധപ്പെട്ട ആ ഉടമ്പടിയിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, താക്കീത് വരുമ്പോൾ എന്തൊക്കെയാണ് ഈ അടുത്ത സ്റ്റെപ്പ്? എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പോകും? ലോകബാങ്ക് വളരെ പ്രധാനപ്പെട്ട, ലോകബാങ്കിന്റെ മുന്നിൽ വെച്ചുണ്ടാക്കിയ ഒരു കരാറാണ്. അത് കരാറിൽ തീരുമാനമെടുക്കുമ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്നത്? അർജുൻ, പ്രതീക്ഷ, പ്രധാനപ്പെട്ട 2 യോഗങ്ങളാണ് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേർന്നത്. അതിൽ ആദ്യത്തേതിലേക്ക് വരാം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗം. അതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി CR പാട്ടീൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഈ യോഗത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. ഈ കരാർ ഉണ്ടാക്കിയത്, അതിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. ലോകബാങ്കിനെ ഈ കരാർ മരവിപ്പിക്കുന്നതായി അറിയിക്കും, ധരിപ്പിക്കും. രണ്ടാമത്തേത്, പാകിസ്ഥാനിലേക്കുള്ള ജലം, അതിൻ്റെ ഒഴുക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. മൂന്നാമത്തേത്, ഈ നദിയിലെ അണക്കെട്ടുകളിൽ താങ്ങാവുന്ന ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കൂടി എന്തായാലും കേന്ദ്ര സർക്കാർ പോകുന്നത്. ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള നദികൾ എന്ന് പറയുന്നത് 3 സിന്ധു, ജലം, അതുപോലെ തന്നെ ചെനാബ്. ഈ 3 നദികളിലും അണക്കെട്ടുകളുണ്ട്. ആ അണക്കെട്ടുകളുടെ അളവ്, അല്ലെങ്കിൽ സൂക്ഷിക്കാവുന്ന വെള്ളം, ആ അളവ് വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു കേന്ദ്ര സർക്കാർ. അതിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാൻ പോകുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം. രണ്ടാമത്തേത്, ഈ പറയുന്ന ലോകബാങ്കിനെ ധരിപ്പിക്കുമെന്നുള്ളതാണ്, മരവിപ്പിച്ചുകൊണ്ടുള്ള കാര്യം. കാരണം ഈ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആയതുകൊണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഈ യോഗത്തിലൂടെ എത്തിച്ചേർന്നു. രണ്ടാമത്, സൈനിക നടപടികളുമായി സംബന്ധിച്ചുള്ള ചില നീക്കങ്ങളാണ്, തീരുമാനങ്ങളാണ് ഈ രണ്ടാമത്തെ യോഗങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ, ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഈ 2 പേരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നീക്കങ്ങളുമായി തന്നെ ഇന്ത്യ പോകുന്നു. അതിലൊരു പക്ഷേ ഈ ആഴ്ച നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് പറയുന്ന വെടിനിർത്തൽ കരാർ, ആ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകുന്നു എന്ന തീരുമാനവും വന്നേക്കാം. എന്തായാലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഡൽഹിയിൽ. അതെല്ലാം പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ, ഇതിനോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. പ്രതിരോധത്തിലായിരിക്കുന്നു പാകിസ്ഥാൻ. അതിനപ്പുറത്തേക്ക് അർജുൻ, എന്തായാലും ഡിപ്ലോമാറ്റിക് തലത്തിൽ, നയതന്ത്ര തലത്തിൽ കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായി മാറുന്നത്. അവിടെയാണ് ഈ നദീജല കരാർ സംബന്ധിച്ച് കർക്കശ നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.